ഞാനിവിടെ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട പോയിന്റ്, ഇവർ സനാതന ധർമ്മത്തിൽ എന്തൊക്കെയോ നന്മയുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. എനിക്ക് ആ നന്മയൊക്കെ ഒന്ന് എടുത്ത് കാണിച്ചാൽ കൊള്ളാം. കുറച്ച് പുഴുക്കുത്തുകളുണ്ട്, കുറേ നന്മയുണ്ടെന്ന് പറയുന്നുണ്ട്. എന്ത് നന്മയാണ് സനാതന ധർമ്മത്തിലുള്ളത്? ഇവർ ഹിന്ദു എന്ന് പറയുന്നല്ലോ, ഹിന്ദു സമുദായം എന്ന് പറയുന്നല്ലോ. ഏത് ഹിന്ദുക്കളെ പറ്റിയാണ് പറയുന്നത്? കേരളത്തിലെ മിക്കവാറും ക്ഷേത്രങ്ങളിൽ 96% ക്ഷേത്രങ്ങളുടെയും ഭരണാധികാരികൾ സവർണ ഒളിഗാർക്കിയാണ്. ഇവർ പറയുന്നു നീതി നിഷേധിച്ചാൽ ഉടനെ ഇടപെടുമെന്ന്. നമ്മൾ അടുത്തിടെയാണല്ലോ കണ്ടല്ലേ, എറണാകുളത്തെ ഒരു ക്ഷേത്രത്തിൽ ഒരു ദളിതനായ ശാന്തിക്കാരൻ പൂജിക്കുന്നു എന്നതിൻ്റെ പേരിൽ അയാളുടെ കയ്യിൽ നിന്നും പ്രസാദം വാങ്ങിക്കാൻ തയ്യാറായില്ല. ഇവരെത്ര പേര് ആ നീതി നിഷേധത്തിനെതിരെ ഇടപെട്ടു? ശബരിമലയിൽ ഒരു അബ്രാഹ്മണ മേൽശാന്തിയെ നിയമിക്കുന്നത് സംബന്ധിച്ച് എന്താണ് ഇവരുടെയൊക്കെ നിലപാട്? എത്ര കാലമായിട്ട് ഇവിടുത്തെ ഹിന്ദുക്കൾ എന്ന് പറയപ്പെട്ട ആദിവാസികളെയും ദളിതരെയും പുറംപോക്കിൽ തള്ളിയിട്ട് അവരുടെ അവകാശത്തിന് വേണ്ടി ആരാണ് സംസാരിച്ചിട്ടുള്ളത്? നോക്കൂ, കേരളത്തിലെ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള കോളേജുകളിൽ 96% തസ്തികകളിലും സവർണരാണ്. ഹിന്ദുക്കൾ എന്ന പേരിൽ ഇന്ത്യയെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് സവർണ ഒളിഗാർക്കിയാണ്. ഹിന്ദുവായി ഞാൻ ജനിച്ചു, പക്ഷേ ഞാൻ ഹിന്ദുവായി മരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് സനാതന ധർമ്മത്തെ ഉപേക്ഷിച്ചാണ് മഹാനായ ഡോക്ടർ ബി ആർ അംബേദ്കർ ബുദ്ധമതത്തിലേക്ക് പോയത്. അല്ല, പ്രിയപ്പെട്ട ദീപ്തി മേരി വർഗീസ്, താങ്കൾ സംസാരിച്ചപ്പോൾ ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഞാൻ സംസാരിക്കുമ്പോൾ താങ്കൾ കേട്ടുകൊണ്ടിരിക്കാൻ ബാധ്യസ്ഥതയുണ്ട്. താങ്കളാണ് കൂടുതൽ സമയം അപഹരിച്ചതും. അതുകൊണ്ട് ഞാൻ പറയുന്നത് ബാധ്യതയുണ്ട് താങ്കൾക്ക്. അപ്പോൾ സനാതന ധർമ്മം എന്ന് പറയുന്നത് എന്തോ വിശുദ്ധമാണ്. ഇല്ല, ഞാനിപ്പോൾ തൽക്കാലം വഴങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല. ഇല്ല, ജനാധിപത്യപരമായി തൽക്കാലം ഞാൻ വഴങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അസ്വസ്ഥരാകുകയാണ് ആളുകൾ. നോക്കൂ, നമ്മുടെ കേരളത്തിലെ ആസൂത്രണ സാമ്പത്തികാര്യ വകുപ്പിൻ്റെ കണക്കനുസരിച്ച് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ 50-ലധികം പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ അവരുടെ പ്രാതിനിധ്യം വട്ടപൂജ്യമാണ്, ശൂന്യതരമാണ്. അപ്പോൾ ഇത്തരത്തിൽ നിരന്തരം നീതി നിഷേധം നടന്നുകൊണ്ടിരിക്കും. നോക്കൂ, അടുത്തിടെയാണ്, കുറച്ചു കാലം മുമ്പാണ് ചെട്ടുകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ സുധി എന്ന് പറയുന്ന ഒരു ഈഴവ മേൽശാന്തി ദേവസ്വം ബോർഡിൻ്റെ അപ്പോയിൻമെൻറ്റും മേടിച്ചുകൊണ്ട് ആ ക്ഷേത്രത്തിൽ പൂജിക്കാൻ ചെന്നപ്പോൾ അദ്ദേഹം കൊടിയ കൊടിയ അക്രമമാണ് നേരിട്ടത്. അദ്ദേഹത്തിന് ശ്രീകോവിനുള്ളിൽ കാലുകുത്താൻ പോലും ഇടമുണ്ടായില്ല എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണ്ടേ? ഇതല്ലേ സനാതന ധർമ്മം എന്ന് പറയുന്നത്? ഈ സനാതന ധർമ്മത്തെ അല്ലേ ഗുരു എതിർത്തത്? അപ്പോൾ ഈ സനാതന ധർമ്മം, നാം ജാതി മതഭേദങ്ങൾ വിട്ടിട്ട് ഇപ്പോൾ ഏതാനും സംവത്സരങ്ങൾ കഴിഞ്ഞിരിക്കുന്നു എന്ന് ഗുരു പറഞ്ഞു. 1925 CV കുഞ്ഞിരാമനോട് ഗുരു പറഞ്ഞത് എന്താണ്? ഹിന്ദുമതം എന്നൊരു മതമേ ഇല്ലല്ലോ എന്ന് പറഞ്ഞ ഗുരുവിനെ ഹിന്ദുമതത്തിന്റെ വക്താവാക്കാനും സനാതന ധർമ്മത്തിന്റെ വക്താവാക്കാനും ശ്രമിക്കുന്നു. ഇവർ പറഞ്ഞല്ലോ, പല ഗ്രന്ഥങ്ങൾ എടുത്ത് പരിശോധിക്കൂ. ഈ ഭഗവത്ഗീതയാണല്ലോ സനാതന ധർമ്മത്തിന്റെ അടിസ്ഥാന മൂല്യഗ്രന്ഥം. ഈ ഭഗവത്ഗീതയെ പറ്റി നാരായണ ഗുരുസ്വാമികൾ പറഞ്ഞ അഭിപ്രായം എന്താണ്? നടരാജ ഗുരുവിനോട് നാരായണ ഗുരുസ്വാമികൾ പറഞ്ഞത്, ഗീത ഉപദേശിച്ച കൃഷ്ണൻ പിന്നീട് ദുഃഖിച്ചിരിക്കാം എന്നാണ് പറഞ്ഞത്. എനിക്ക് 2 പോയിന്റ് കൂടി പറയാനൊരു സമയം തരണം. ഒന്ന്, നിരന്തരം നമ്മൾ ഈ പ്രചരിപ്പിക്കുന്ന ഒരു അമ്മുമ്മ കഥയാണ് വ്യാസൻ ദളിതനാണ് എന്ന് പറയുന്നത്. ചരിത്രപരമായ മഹാഭാരതം എടുത്ത് വായിച്ചു നോക്കണം. പരാശരൻ എന്ന് പറയുന്ന ബ്രാഹ്മണന് അപ്സരസ്ത്രീക്കുണ്ടായ മകളാണ് സത്യവതി. അപ്സരസ്ത്രീ ഒരു വ്യാസന്റെ അമ്മ അപ്സരസ്ത്രീയുടെ മകളാണ്. മഹാഭാരതം വായിച്ചു നോക്കൂ, അപ്സരസ്ത്രീയുടെ മകളാണ്. അപ്സരസ്ത്രീയുടെ ശാപം കിട്ടി മത്സ്യമായി. ബ്രാഹ്മണ സ്ത്രീയല്ല, അപ്സരസ്ത്രീ ആരാണ്? സത്യവതി ബ്രാഹ്മണ സ്ത്രീയാണെന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ കള്ളം പറഞ്ഞിട്ടില്ല. രാഹുലീശ്വർ സത്യവതി ബ്രാഹ്മണ സ്ത്രീയാണെന്നല്ല ഞാൻ പറഞ്ഞത്. സത്യവതി അപ്സരസ്ത്രീയാണ്. അപ്സരസ്ത്രീയായ സത്യവതിക്കും ബ്രാഹ്മണനായ, ഞാൻ ചോദിച്ച ചോദ്യം ഇതാണ്, അപ്സരസ്ത്രീയായ സത്യവതിക്കും ബ്രാഹ്മണനായ പരാശരനും ഉണ്ടായ വ്യാസൻ എങ്ങനെയാണ് മുക്കുവനും ദളിതനുമാകുന്നത്? എൻ്റെ രണ്ടാമത്തെ ചോദ്യം, വാൽമീകി രാമായണത്തിൽ വാൽമീകിയെ പറ്റി വളരെ വ്യക്തമായി പരാമർശിക്കുന്നുണ്ട്. പ്രജേതസോഹം പുത്രഃ, ഞാൻ പ്രജേതസിന്റെ പുത്രനാണ് എന്ന് വളരെ കൃത്യമായി വാൽമീകി രാമായണത്തിൽ യുദ്ധകാണ്ഡത്തിൽ പറയുന്നുണ്ട്. ഇത് കൂടാതെ അധ്യാത്മരാമായണത്തിൽ, സംസ്കൃതത്തിൽ രചിക്കപ്പെട്ട അധ്യാത്മരാമായണത്തിൽ താൻ ജന്മം കൊണ്ട് ബ്രാഹ്മണനാണ് എന്ന് വളരെ വ്യക്തമായി പരാമർശിക്കുന്നുണ്ട്. ഞാൻ ഇതിനെ സംബന്ധിച്ച് നിരവധി ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. ശ്ലോകങ്ങൾ കാണ്ഡമായി ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ ലേഖനം എഴുതിയിട്ടുണ്ട്. ആർക്ക് വേണമെങ്കിലും സംസ്കൃതത്തിലുള്ള അധ്യാത്മരാമായണം പരിശോധിക്കാം. വാൽമീകി രാമായണ യുദ്ധകാണ്ഡം ഇന്ന് തന്നെ പോയി വായിച്ചു നോക്കുക, അവസാനത്തെ ഭാഗം. അപ്പോൾ ഇങ്ങനെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി സനാതന ധർമ്മം ഇവിടുത്തെ ദളിതരുടെ ആദിവാസികളുടെയും തല കെട്ടി ഏൽപ്പിക്കരുത് എന്നുള്ളൊരു അപേക്ഷയാണ് എനിക്കുള്ളത്. 2-3 കാര്യങ്ങളോട് പറഞ്ഞ എന്റെ സംഭാഷണം